ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വ്ളോഗായിട്ട് വരുന്നത്. ഇനി നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ നിക്കാഹ് ഒരു 6 മാസമായി, അതിന് ശേഷമാണ് ഞാൻ വ്ളോഗായിട്ട് വരുന്നത്. ഇന്നത്തെ ഒരു നോമ്പ് തറ വ്ളോഗായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഞാനും എൻ്റെ ചെക്കനും കൂടി കാലിക്കറ്റ് പോവാണ്. അവിടെ ബീച്ചിൽ പോയിട്ട് നോമ്പ് തുറക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു. ഹലോ 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 പറയൂ. ദിസ് ഈസ് അമീർ. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് പോവാണ് അല്ലേ? അതെ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെ പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ്, നമ്മൾ ഇറങ്ങുകയാണ്. എന്ത് പോവാ? ഞാൻ ചക്ക അനീനോടൊക്കെ ബീച്ചിക്കാണ് പറഞ്ഞിട്ടില്ല. ആണോ? നിങ്ങളെന്താ പറഞ്ഞേ? ഞാൻ പെരിയില് നോമ്പ് ഇങ്ങനെ പോയി എന്തിന്? മനുഷ്യന്റെ മാതിരി. അപ്പൊ ഗൈസ്, നമ്മൾ കണ്ണട ചെന്താണ് ഏത് ഇറ്റതും കണ്ണട വെച്ച് പോണ ഡ്രൈവറാണിത്. ഈ ടീമിൽ പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇറങ്ങിക്കോളി. ഇറങ്ങണയില് നമ്മളിപ്പോൾ എവിടെ എത്തി? വെള്ളോമ്പ്രം കുട്ടിയാച്ചിയുടെ ശിഷ്യനാ. വെള്ളോമ്പ്രം കഴിഞ്ഞ് അല്ലേ? വെള്ളോമ്പ്രം കഴിഞ്ഞ്. അടിക്കണക്ക് എടുക്കണ്ടോ? താഴെയൊക്കെ ഇത് ചിരിക്കൂടോ? അപ്പോൾ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട്. ചില്ല ചെയ്ത് പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി മുതൽ എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ അല്ല, സോറി, ഞങ്ങളെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. Open Gangnam Style. അപ്പൊ ഗൈസ്, നമ്മൾ രാമനാട്ടുകാരെ എത്തി. നമ്മള് കാലിക്കറ്റ് ഏത് ബീച്ചിലാ പോണേ? ബട്ട്റോഡ് ബീച്ചിലാണ് പോണത്. മറ്റേ ബീച്ച് ഭയങ്കര ക്രൗഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകുന്നില്ല. എന്തായാലും അവിടെ പോയി നോക്കിയിട്ട് അവിടേക്ക് പോവാല്ലേ? അവിടെ പോയി നോക്കിയിട്ട് മറ്റേ ബീച്ചിൽ പോവാ. എന്താ വെച്ചാ ചെയ്യാം. മട്ടം പോലെ അതന്നെ. അപ്പൊ ഗൈസ്, നമ്മൾ ബേപ്പൂര് ബീച്ചൊന്ന് പോയി വരാൻ കരുതി. ഇവിടെ ഇങ്ങനെ എന്താ പറയാ? പോർട്ട്. നല്ല രസമുണ്ട് അല്ലേ? പഴയത്. എന്തായി? അങ്ങനെ ബേപ്പൂര് പോർട്ട് പോയി. എന്താ കണ്ടു? ഒന്നും കണ്ടില്ല. അവിടെ നിർത്തിട്ടൊരു കപ്പല് കണ്ടു അല്ലേ? വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെയാണ്, ഇവിടെ ചെങ്കാറുണ്ട്.
ഓൾഡ് മിലിറ്ററി ഹബ്ബ് നമ്മളെ കൂടി കൊടുത്തു. നിങ്ങളെ കൂടി ഒന്ന് പോയി കാണിയോട്ടെ. നല്ലൊരു കാറ്റൊക്കെ. ഇവിടെ പായിരിച്ചിരിക്കാൻ പറ്റൂല. എനിക്ക് വേറൊരു മണം ഉണ്ട് കേട്ടോ അവിടെ. ആ ബീച്ചൊക്കെ എത്തുവേ. അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയുന്നു. ഇവരൊക്കെ റോഡ് പറഞ്ഞ ഒരു കാറിനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ആ ചെറിയ റോഡില്ലേ പോയോക്കാം. തിരിച്ചാലും ഗ്യാപ്പ് കിട്ടിയ ഇത് കറക്റ്റ് ഇല്ലേ? ഈ ഒരു സംഭവം കണ്ടിട്ടേ ഒരു ലക്ഷദ്വീപിന്റെ ഒക്കെ ഒരു ഇതിട്ടോ ഇല്ലേ? എന്ത് കാണാൻ രസമുണ്ടല്ലേ? ചാടും ഞമ്മ റോട്ടുമ്പോ പോയി ചാടും തോന്നണു. നമ്മൾ കോഴിക്കോട് ആ ചങ്ങായി പോണോക്കി മീൻ പിടിക്കാനിപ്പോ ഇവിടെ ആഴം കുറവാ. നമ്മള് ബീച്ചിലെത്തി. ഈ ഫോൺ പിടിക്ക. വിൻഡർ നോക്കി. അയ്യ അതെവിടെ? അതൊക്കെ ഏതാ ബീച്ചാവും. കടലമ്മ ചത്തു. കടലമ്മ ചത്തു നീര് ഇങ്ങോട്ട് വരും എന്നല്ല പറയണേ. നോക്കാം. ഓള് മുങ്ങി. കുറച്ചു നേരം ബീച്ചൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പൊരിക്കടി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. നമ്മളീ റോഡ് സൈഡിലാണ് ഉണ്ട് ബീച്ചിൻ്റെ. അവിടേക്ക് വന്നതായിരുന്നു. നടക്കുവാണ്. ഏതാണ് വേണ്ടെന്ന് വെച്ചിട്ട് നോക്കുകയാണ് ഞങ്ങൾ. ശേഷം വാങ്ങാം. എന്താ വാങ്ങണിക്ക? കോളിഫ്ലവർ നമ്മൾ വാങ്ങണം. നമ്മൾ വേറെ സാധനങ്ങളൊക്കെ വാങ്ങി ഗൈസ്. അത് 3 ഉണ്ട്. ആണ്ട് അത് വേണ്ട, നമുക്ക് തക്കാരം വാങ്ങാം. ഇത് തോന്നുന്നു എന്ത് ചെയ്യാൻ, നമുക്ക് നോക്കിയാലോ 3 എന്ത് ചെയ്യണ്ടി? ആ ഇതെന്താ? വേണ്ട, അത് മതി. സ്ട്രോബെറി, പിസ്ത, ബട്ടർസ്കോച്ച്, ചോക്ലേറ്റ് എല്ലാം ഹോംമെയ്ഡാണ്. ഇവിടെ 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 എൻ്റെ ഫോണുകളയില ഇതിനെത്ര? 35 അല്ലേ? നമ്മൾ തക്കാരത്തിൻ്റെ ഒരു ബോക്സ് 2 ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡ്യൂട്ടി. നമ്മൾ ഇവിടെ കാലിക്കറ്റ് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇവിടുന്ന് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്.
ഇനി നമുക്ക് നോമ്പറക്കാം. ഓക്കെ, 5:30 ഇംഗ്ലീഷ് കൊണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇതാണ് വാങ്ങിയത്. ആ ബോക്സ് എടുത്താണ് എന്നിട്ട് കാണിച്ചു കൊടുക്കുക. അത് അവിടുന്ന് എടുക്കാലെന്നാ. ഓക്കെ, തക്കാരനല്ലത് ബട്ടറോഡ് ബീച്ചിൽ പോവാണ്. അവിടെയാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഫാമിലി ഫുള്ളായിട്ടൊക്കെ വരാം. അല്ലാണ്ട് കപ്പിൾസ് ആയിട്ട് ഒരു വൈബ് കിട്ടൂല. പക്ഷെ നമ്മള് വീഡിയോ ഒക്കെ എടുക്കണത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വൈബ് കിട്ടില്ല എന്നൊക്കെ പറയുന്നു അല്ലേ? പോയി നോക്കാം. വണ്ടി എടുക്കേണ്ടി വരും. ചൂടില്ലേ, നല്ല ചൂടുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ബട്ടറോഡ് ബീച്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടാത്തതുകൊണ്ട് അവിടെയാണ് നമ്മൾ സ്പോട്ട് വരുന്നത്. നമ്മൾ അവിടുന്ന് പാർക്കിംഗ് സ്പേസ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്ന് പാർക്ക് ചെയ്യാമെന്ന് കരുതി. ഇവിടുന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് എൻ്റെ പർദ്ദ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ബീച്ചിലെത്തി. ഇവിടെയും ചെറിയ ക്രൗഡൊക്കെ ഉണ്ടല്ലേ. ഇവിടെ വിചാരിച്ച മാതിരി കിട്ടിയിട്ടില്ല. നമ്മൾ സാധനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ കരുതിയിട്ടുള്ളത് ഈ ഒരു സ്പോട്ടിൽ. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പർദ്ദയൊക്കെ മാറ്റി. നമ്മൾ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഏകദേശം നമ്മളിവിടെ സെറ്റ് ചെയ്തു അല്ലേ? അയ്യോ, സമയം 5:20. ആ, ബാങ്ക് എടുക്കുന്നതിന് നമ്മൾ കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക് കുറേ എണീച്ച് സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടായിരുന്നു വീഡിയോ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാവം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇപ്പൊ എക്സ്പീരിയൻസ്? എന്താ ഈ ഒരു സംഭവത്തിന്റെ? അങ്ങനെ പറയില്ല. ഞാൻ ഇനി വരും, നീ വരണം കേട്ടോ. രസല്ലേ? അതെ അതെ അതെ. അപ്പൊ ഗൈസ് നമ്മള് നോമ്പ് തുറക്കാൻ സമയം എത്രയായി? ആവാനായല്ലോ, ബാങ്ക് കൊടുക്കാനായി. അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ഈ ഒരു തക്കാളി ബോക്സിൽ ഉണ്ടായിരുന്നത് കട്ട് ഫ്രൂട്ട്സ് ആണ്. പപ്പായ, ഏത്തപ്പഴം, അതേമാതിരി കക്കരി, മുന്തിരി, അതാണ്. പിന്നെ അവരെ ബോക്സിലുള്ളതാണ് ഒരു സമൂസയും കട്ട്ലറ്റും, പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസും ഒരു മിനറൽ വാട്ടറും, പിന്നെ ഉള്ളത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതാണ് ഈ ഫ്ലവർ ഫ്രൈ, ഐ മീൻ കോളിഫ്ലവർ ഫ്രൈ, പിന്നെ 2 സമൂസ, ഒരു എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും ബാങ്ക് കൊടുക്കണം നോക്കിയിരിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, കുറേ ഫാമിലീസും അതേമാതിരി കുറേ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് സത്യം പറഞ്ഞാൽ കൊടുത്തോ ഇല്ല നമുക്ക് അറിയുന്നില്ല. പിന്നെ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല വല്ലാണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടപ്പോൾ നമ്മളും കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബോക്സിലുണ്ടായിരുന്ന ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രസമുണ്ടോ? രസമുണ്ടോ? ഒരു മിനിറ്റ് ഇട്ടൊക്കെ. അപ്പൊ ഗൈസ് നമ്മളവിടുന്ന് പോന്നു. എങ്ങനെ ഉണ്ടായിരുന്നു?
സംഭവം അടിപൊളിയായിരുന്നു. സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ഇതില്ലേ പിന്നെ നായ്ക്കളെ കൊണ്ടൊരു തൊഴിലുണ്ടായില്ലേ? അത് ബിരിയാണി ഇട്ട് കൊടുത്തിട്ടാ ഫോട്ടും വൈബൊക്കെ സെറ്റ്. അതെ, നായ്ക്കളെ കൊണ്ടൊരു കുറവില്ല. അത് ഇനി നമ്മള് നേരെ വീട്ടില് പോവാണ്. മാങ്ങ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തന്നിട്ടില്ല. കോഴിക്കോട് വന്നിട്ട് മേടിച്ചാ അവിടെ പോയിട്ട് അവിടെ വണ്ടി എടുത്താൽ നേരത്തല്ലോ. ഇജ്ജ് പോയി മേടിച്ചോ? ജോലത്തോ ജോലത്തെ പോയി മേടിച്ചില്ലോ? അപ്പോൾ കഴിച്ച് നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം നേരെ കോട്ടക്കുന്നിൽ ഉപ്പിലിട്ട് കഴിക്കാൻ വന്നതായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.